ഈശ്വംസിഹയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നോമ്പ് 2-ാം ശനി മാർച്ച് 15-ാം തീയതി മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ് നാം പ്രത്യേകമായിട്ട് ഇന്നത്തെ ദിവസം വിചിന്തനം ചെയ്യുന്നത്. ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നവരെ എതിർക്കുന്ന തലമുറയെ ഈശോ കുറ്റപ്പെടുത്തുന്നതാണ് സുവിശേഷ ഭാഗ്യം. യോഹന്നാൻ മംദാന ഭക്ഷണത്തിലും വേഷണത്തിലും താപസനായിരുന്നു. താപസ ശൈലിയിൽ അവരോട് മാനസാന്തരത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. ഈശോയാകട്ടെ പാപികളുടെയും ചുങ്കക്കാരുടെയും ഇടയിൽ പ്രവർത്തിക്കുകയും അവരുടെ സ്നേഹിതനായി വർത്തിക്കുകയും ചെയ്തു. പക്ഷേ ഈ രണ്ടുപേരുടെയും ശൈലികളിലെയും പ്രബോധനങ്ങളെയും യഹൂദ ജനത നിരാകരിക്കുന്നു. സർവരുടെയും രക്ഷ സൂചിപ്പിച്ചുകൊണ്ട് പ്രവാചകർ ഗീതം ആലപിക്കുകയും കരയുകയും വിലപിക്കുകയും ഒക്കെ ചെയ്യുന്നതായി പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നു. എങ്കിലും പ്രവാചക വചസ്സുകൾക്കനുസരിച്ച് ഇസ്രായേൽക്കാർ മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാത്തതിനെയാണ് ഈശോ കുറ്റപ്പെടുത്തുന്നതെന്ന് വിശുദ്ധ അംബ്രോസ് പറയുന്നത്. ചന്തസ്ഥലത്തിരുന്ന് കളിക്കുന്ന കുട്ടികളോടാണ് ദൈവകൽപ്പനകൾ അവഗണിക്കുന്ന തലമുറയെ ഈശോ താരതമ്യം ചെയ്യുന്നത്. യോഹന്നാന്റെയും ഈശോയുടെയും ഭക്ഷണശൈലികളെയും ജീവിത രീതികളെയും യഹൂദജന ഒരുപോലെ തള്ളിക്കളയുന്നു. യോഹന്നാനെ സ്വീകരിക്കാൻ മടിയുള്ളതുകൊണ്ട് അവനെ കഠിന താപസനായി ചിത്രീകരിച്ചു. ഈശോ സാധാരണ ശൈലി അവലംബിച്ചതുകൊണ്ട് അവനെ ഭോജനപ്രിയനും പാപികളുടെ സ്നേഹിതനുമായി ചിത്രീകരിച്ചു. ദൈവിക അടയാളങ്ങളും നിർദ്ദേശങ്ങളും വിവേചിച്ചറിഞ്ഞ് നമുക്ക് സുവിശേഷത്തെ അനുസൃതം ജീവിക്കുവാൻ ശ്രമിക്കാം. അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ.